പാർട്ടി അണികൾ കരുതുന്നു ഈ പാർട്ടി ശരിയല്ല, ഈ പാർട്ടിയുടെ നിലപാട് ശരിയല്ല, അത് തിരുത്തണം. പക്ഷെ പലർക്കും പറയാൻ ധൈര്യമില്ലാതപ്പോ രഹസ്യമായി അവർക്ക് അഭിപ്രായം പറയാൻ സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തി പറഞ്ഞു നിങ്ങൾ തിരുത്തൂ, നിങ്ങൾ തിരുത്തണം. പക്ഷേ അതിന്റെ ലക്ഷണം കാണുന്നില്ല. കണ്ണൂർ ജില്ലയാണ് CPM-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രം, സംഘടനാ സംവിധാനമുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ആ കണ്ണൂർ ജില്ലയിലുള്ള പരാജയം തന്നെയാണ് പാർട്ടിക്ക് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ പരാജയം. അത് CPM-ന് അതിന്റെ ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള ജില്ലയായിട്ടാണ് കണ്ണൂരിനെ കാണുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് നമുക്ക് നോക്കിയാൽ അറിയാം. കണ്ണൂരിൽ 2 സീറ്റിൽ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ UDF-ന് ലഭിച്ചത്. എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ UDF-ന് ലഭിച്ചു. കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ കൊത്തളങ്ങളാണ് തകർന്നു പോയത്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഈ പാർട്ടി ഇപ്പോ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലോ ഒരു പ്രദേശത്തോ മാത്രമായിട്ടുള്ളതല്ല, ജില്ല മൊത്തം ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ പിണറായി തന്നെ ഒരു ഘട്ടത്തിൽ ആറ് റൗണ്ടിൽ പിണറായി പിറകിൽ നിൽക്കുകയായിരുന്നു. നമ്മളൊക്കെ ആ ഇത് കാണുമ്പോൾ തന്നെ എനിക്കല്ല, സത്യം പറഞ്ഞാൽ പിണറായി പിറകിൽ നിന്ന് കാണുമ്പോൾ എനിക്കല്ല ഒരു നെഞ്ചിടിപ്പുണ്ടായിരുന്നു. ആ നിലയിലേക്ക് എത്തിയില്ലേ? പിണറായി 6 റൗണ്ട് പിറകിലെത്തി. ഈ പറഞ്ഞ ജില്ലാ സെക്രട്ടറി പിണറായിന്റെ എല്ലാ പ്രവർത്തനത്തിനും പോയിട്ട് പിന്നാലെ തന്നെ ഉണ്ടല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പറയണ്ടേ? അതുപോലെ തന്നെ എവിടേക്കാ പോയത്? മട്ടന്നൂര് 60,000 വോട്ടിന് ജയിച്ച മട്ടന്നൂർ ഇപ്പൊ എത്രയാ കിട്ടിയത്? ഈ തകർച്ചയുടെ കാര്യം വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ തയ്യാറാകുമോ എന്നതാണ്. അതായത് എന്തുകൊണ്ടാണ് പാർട്ടി സഖാക്കൾ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുന്നു? രഹസ്യമായി അവർക്ക് അഭിപ്രായം പറയാൻ സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തി പറഞ്ഞു നിങ്ങൾ തിരുത്തൂ, നിങ്ങൾ തിരുത്തണം. ഈ പാർട്ടിയിൽ കകത്തു നിന്നാണ് പാർട്ടിക്ക് ഈ എതിരായിട്ടുള്ള പാർട്ടിക്കെതിരായിട്ടുള്ള വോട്ട് വന്നിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയണം. കണ്ണൂരെ മാത്രമല്ല, ഞാൻ